ഈ സംഭവത്തിന് ശേഷം അവിടെ ഒരു പരിശോധന ഒക്കെ നടന്നു. പോലീസ് തന്നെ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചു. ആ ഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും ഈ പോലീസുകാർ ആരെങ്കിലും ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിക്കരുത് എന്ന ആ മട്ടിൽ എവിടെന്നെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നോ? പിന്നെ ആരെങ്കിലും വന്നോ? ഉണ്ടായിരുന്നു, പല രീതിയിലും ഉണ്ടായിരുന്നു. പല രീതിയിലും നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നമ്മളെ രാഷ്ട്രീയപരമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കോംപ്രമൈസിനൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരി സെറ്റിൽമെൻ്റ് ആവുമോ എന്താവുമോ എന്നുള്ളത്. കുന്നംകുളത്തെ പ്രമുഖ ആൾക്കാരാണ് അതിനൊക്കെ പോലീസിൻ്റെ സെറ്റിൽമെൻറ്റിന് വേണ്ടി തയ്യാറായിട്ട് മുൻകൈ എടുത്തിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. നമ്മൾ സെറ്റിൽമെൻറ്റ് തയ്യാറാവില്ല തന്നെയായിരുന്നു നമ്മുടെ അപ്പോഴത്തെ നിലപാട്, ഇപ്പോഴത്തെ നിലപാട്. അവരുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തുടർന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമ്മുടെ ആവശ്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശക്തമായിട്ടുള്ള പ്രതിരോധം ഇനിയും തീർക്കുന്നതാണ് നമുക്ക് പറയാനുള്ളത്. അല്ല, കോംപ്രമൈസിന് വേണ്ടി ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിരുന്നോ? പ്രഷർ ഉണ്ടായിരുന്നോ കോംപ്രമൈസിന് വേണ്ടി? ശ്രമിച്ചിട്ടുണ്ട്, അതുണ്ടായിരുന്നു, നല്ല രീതിയിലുണ്ടായിരുന്നു. ഈ ദൃശ്യം പുറത്തെത്തിയതാണ് പോലീസിന് ഇത്രയും വലിയ ഡാമേജിങ് ആയത്. ദൃശ്യം തരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടായി? താങ്കൾ ഈ ദൃശ്യം ഒന്ന് കിട്ടാൻ വേണ്ടി എത്ര ബുദ്ധിമുട്ടി? അതെ, ദൃശ്യം കിട്ടാന്ന് വെച്ചാൽ തുടക്കത്തിലെ, അതായത് നമുക്കൊരു നിശ്ചയം ഉണ്ടായിരുന്നു ഇവരത് എന്തെങ്കിലും നഷ്ടപ്പെടുത്തി കളയുമോ എന്നുള്ളത്. അത് കാരണം നമ്മൾ അന്നത്തെ ACP അല്ല അഡീഷണൽ SP നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എന്താവും, ചിലപ്പോൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വിശ്വാസക്കുറവ്. അപ്പോൾ അന്നത്തെ കേസ് അന്വേഷിച്ചിരുന്ന ACP സേതു സാറുണ്ട്. ആളുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് കറക്റ്റായിട്ട് ഇന്ന ആള് ഇന്ന പോലെ മർദ്ദിക്കുന്നതും അതുപോലെ ലാത്തി കൊണ്ടുപോകുന്നതും ഒക്കെ ആളുടെ ഒരു അന്വേഷണ റിപ്പോർട്ട് നമുക്ക് വ്യക്തമായിരുന്നു. അത് തന്നെ ഭയങ്കര പ്ലസ് പോയിന്റ് ആയിരുന്നു. ആ വീഡിയോ നമുക്ക് കിട്ടണം എന്നുള്ളൊരു അപ്പോഴത്തെ ഒരു സ്റ്റാൻഡ്, അത് ഇപ്പോഴാണ് അത് ശരിയായിരുന്നത് കിട്ടിയത്. പലതവണ നമുക്ക് കിട്ടില്ല എന്നുള്ള ലെവലിലായിരുന്നു ആദ്യത്തെ അവരൊക്കെ ഒരു CI, അന്നത്തെ CI ഷാജഹാൻ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ തുടരെ നമ്മൾ വിവരാശം വയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് കിട്ടില്ല എന്നുള്ള ലെവലിലുള്ള തീരുമാനം. കാരണം അതായത് അത് നശിച്ചു പോയി, അത് സ്റ്റേറ്റ് മൊത്തം സ്റ്റേഷനിലത്തെ വീഡിയോ CCTV ദൃശ്യങ്ങൾ റിമൂവ് ചെയ്തു പോയി, ഇനി റിസ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഇത് IT സെൽ വിഭാഗത്തിനെ കൈമാറിയത് കൊണ്ട് മാത്രം അത് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ അത് കിട്ടിയിരുന്നില്ല. അതെ, അല്ല അത് അതിൽ നിർണായക തെളിവാവുകയും ചെയ്തു. ഇപ്പൊ ACPയുടെ റിപ്പോർട്ടിന് ശേഷവും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുള്ള ശിക്ഷ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ കുന്നംകുളത്ത് നിന്ന് വിയ്യൂരിലേക്കും മണ്ണുത്തിയിലേക്കും ഈസ്റ്റ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്കും ഒക്കെയാണ്. ഈ കാര്യത്തിൽ ആവശ്യപ്പെടുന്ന നടപടി എന്താണ്? അതെ 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 ഞാൻ ആവശ്യപ്പെടുന്ന നിർബന്ധമെന്ന് വെച്ചാൽ ഇവര് 5 പേര് എന്നെ തല്ലിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ 5 പേരും അതിൽ ഒരാൾ ഇപ്പോൾ ഏതൊരു പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിലാണ് ഡ്യൂട്ടി സർക്കാർ ജീവനക്കാരനായിട്ട് മാറിയിട്ടുള്ളത്. ബാക്കിയുള്ള ഈ 5 പേർക്കും സർക്കാരിൻ്റെ ജീവനക്കാരായിട്ട് തുടരാൻ പാടില്ല എന്നാണ് നമ്മുടെ ആവശ്യം. അതുപോലെ കുന്നംകുളം സ്റ്റേഷനിൽ ഇനിയെങ്കിലും ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും CCTV ക്യാമറ വെക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പല കേസുകളും ഇതിന് ശേഷം അടിയിൽ നല്ല സെക്കൻഡ് ഫ്ലോറിൽ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യൽ ഉണ്ടാവുന്നുണ്ട്. അവിടെ പോയിട്ട് നല്ല ഇടിയും നല്ല കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു നിയമ പോരാട്ടം ആവശ്യം വരും. ഇതുവരെ എടുത്തിരിക്കുന്ന നടപടി എന്നുള്ളത് വളരെ ലഘുവായ നടപടി എന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതായത് സ്ഥലം മാറ്റം, കേവല സ്ഥലം മാറ്റമാണ്, പിന്നെ ഇൻക്രിമെന്റ് കട്ട് ചെയ്തെന്നുള്ളതാണ്. അതൊക്കെ വളരെ ലഘുവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവരുടെ യൂണിഫോം അഴിച്ചു വെപ്പിക്കുന്നത് വരെ പോരാട്ടം തുടരും എന്ന ഒരു നിശ്ചയദാർഢ്യത്തിലാണോ ഇപ്പോൾ VS സുജിത്ത് ഉള്ളത്? തുടരും. അതെ അതെ തീർച്ചയായിട്ടും. എന്ത് തന്നെയായാലും നമ്മൾ അതിൽ നിന്ന് പിന്മാറില്ല, അത് ഷുഗറാണ്. ഇപ്പോൾ ഇതിനോടകം അക്കാര്യത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു? താങ്കളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണ ആ വിഷയത്തിലുണ്ടോ? ഉണ്ട് തീർച്ചയായിട്ടും. ഇന്നും കൂടി ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ചുണ്ടായിരുന്നു, ഇവിടെ കുന്നംകുളം സ്റ്റേഷനിലേക്ക് മാർച്ചുണ്ടായിരുന്നു. പിന്നെ ജില്ലാ കമ്മിറ്റി ആയാലും സംസ്ഥാന കമ്മിറ്റി ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന നമ്മുടെ ആയിട്ടുള്ള മണ്ഡലം കമ്മിറ്റിയിലത്തെ വർഗീസ് ചോനൂർ എന്നുള്ള ഞങ്ങളുടെ നേതാവാണ്. ആളാണ് ഇതിന് മെയിനായിട്ടുള്ള നേതൃത്വം. അതായത് ഞങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടായിട്ടുള്ളതും ശക്തി പ്രവർത്തകർക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത്. ആളുടെ അടുത്താണ് പല സെറ്റിൽമെൻറ്റും ഓരോരുത്തർ ഒന്ന് സെറ്റിൽമെൻറ്റൊക്കെ സംസാരിച്ചത് വർഗീസ് ചേട്ടൻ്റെ അടുത്ത്. വർഗീസ് ചേട്ടൻ നിലപാടിന് പിന്നോട്ട് പോവില്ല. ആ ഒരു വിശ്വാസമാണ് ഇപ്പോഴും ഇതിൻ്റെ ഒരു വിജയം.